ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കതൊരു ആക്സിഡന്റലി അല്ലെങ്കിൽ റാൻഡം ആയിട്ട് വന്ന വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു സൈൻ ആയിരിക്കും ഫ്രം ദി യൂണിവേഴ്സ്. സോ ഈ ഒരു സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊരു സെന്റൻസ് ആയിരുന്നില്ല എന്റെ ലൈഫിൽ. അതൊരു എനർജി ഷിഫ്റ്റ് ആയിരുന്നു. മിക്കവാറും ഉള്ള എല്ലാ ദിവസങ്ങളും എനിക്ക് ഉറക്കമില്ല, കരച്ചിൽ തന്നെ ആയിരിക്കും ബാക്കി. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഞാൻ ലൈഫ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പറ്റാൻ, അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്റ്റക്കായി പോവാൻ. ഞാൻ ഒരു വലിയ ഫെയിലർ ആണെന്ന് എനിക്ക് തോന്നിയ ഒരു സമയം. എന്തുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ കയ്യിൽ മോട്ടിവേഷൻ ഇല്ല, എനിക്ക് സപ്പോർട്ടില്ല, ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷെ എനിക്കിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നു. കാരണം ആ ഒരു സിറ്റുവേഷനിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കതൊരു ഹെൽപ്പാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഒരു സെന്റൻസ് ഒക്കെ ഒരാളുടെ ജീവിതം മാറ്റാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു പറ്റും. കാരണം ഇതെന്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഞാൻ യൂണിവേഴ്സിനോട് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ലൈഫിനെ ഒരുപാട് മാറ്റി. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് വർഷം പുറകോട്ട് പോകണം. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെളുപ്പാങ്കാലം, ഒരു രാവിലെ ഒരു 2 മണി 3 മണി ആ ഒരു സമയമായിരിക്കും. അന്നൊരു ഞാനുണ്ടായിരുന്നു, കരയുന്ന, വിഷമിക്കുന്ന, മനസ്സ് എപ്പോഴും എന്താ പറയാ, ഒരു വലിയ ഒരു ഭാരം എപ്പോഴും മനസ്സിലുള്ള ഒരു ഞാൻ വളരെ സ്റ്റക്കായിരുന്നു ആ സമയത്ത്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഞാൻ PG ഒക്കെ കഴിഞ്ഞ സമയമാണ്. എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ കയ്യിൽ മോട്ടിവേഷൻ ഇല്ല, എനിക്ക് സപ്പോർട്ടില്ല, ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഏത് റൂട്ടിലേക്ക് പോകണം, ഈവൻ ഒരു കോച്ചിങ്ങിന് പോകണമെങ്കിൽ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആ രാത്രി അല്ലെങ്കിൽ ആ ഒരു വെളുപ്പാങ്കാലത്ത് പറഞ്ഞ ഒരു സെന്റൻസ് എൻ്റെ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു. പിറ്റേ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് വലിയൊരു ഷിഫ്റ്റിലേക്ക് പോയി. കാരണം 0-ന്ന് ഉള്ളൊരു ഷിഫ്റ്റ് ആയിരുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ കുറെ വർഷം മുന്നേ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു empty ബാങ്ക് അക്കൗണ്ട്, അതായത് ഒരു 0 ബാങ്ക് അക്കൗണ്ട് എന്ന് പറയാം, ഒന്നുമില്ലാത്തൊരു ബാങ്ക് അക്കൗണ്ട്. ഞാൻ ഒരു വലിയ ഫെയിലർ ആണെന്ന് എനിക്ക് തോന്നിയ ഒരു സമയം. എന്തുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്? അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഒരു വീട്ടിലുള്ള 2 കുട്ടികളായിട്ടും ഒരാൾക്കെല്ലാം നേടിക്കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഒരാൾക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി വിഷമിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എന്നോട് എല്ലാവരും ഇങ്ങനെ പറയുന്നത്? എല്ലാവരും എന്തുകൊണ്ടാണ് എൻ്റെ കാര്യം വരുമ്പോൾ ഈ ഒരു നോ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ്, എൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യാതെ, ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾക്ക് വരുമ്പോൾ മാത്രം എന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ പുറത്ത് ഞാൻ ഒരുപാട് വിഷമിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ യൂണിവേഴ്സിനെ കുറിച്ചൊക്കെ എനിക്കറിയാം, ഞാൻ യൂണിവേഴ്സിനോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ യൂണിവേഴ്സിനോട് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ, നീ എന്തിന് ഇതിനൊക്കെ എന്നെ ചൂസ് ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ആരും ഉപദ്രവിക്കാൻ പോകാറില്ല, ആർക്കും ഒരു ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഞാൻ ലൈഫ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പറ്റാൻ, അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്റ്റക്കായി പോവാൻ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നു, എങ്കിലും എനിക്കൊരു പ്രോഗ്രസ് ലൈഫിലില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്കായി സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ തിങ്ക് ചെയ്ത് തല പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കരഞ്ഞ് അവസാനം നമ്മൾ മടുക്കുമല്ലോ. അപ്പം ഞാനാണെ മറ്റുള്ളവരുടെ മുന്നിലൊന്നും കരയാറില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പം എനിക്ക് താങ്ങാൻ മേലാതെ വരുമ്പോൾ ഞാൻ കരയാറില്ല. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും. അതുകൊണ്ട് അപ്പം മിക്കവാറും ഉള്ള എല്ലാ ദിവസങ്ങളും എനിക്ക് ഉറക്കമില്ല, കരച്ചിൽ തന്നെ ആയിരിക്കും ബാക്കി. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് കരയും. പക്ഷെ അന്ന് എനിക്ക് മടുത്തൂന്ന് തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ ഓർക്കുമായിരിക്കും, ഈ ഒരു പ്രായത്തില് 10, 21 വയസ്സ് 22 വയസ്സിൽ എന്താ ഇത്ര മടുക്കാൻ? പക്ഷെ ഓരോരുത്തരുടെ ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ അന്ന് പറഞ്ഞ ഒരു സെന്റൻസ്, ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ലൈഫിൽ ഇപ്പൊ എന്തൊക്കെ നടന്നെന്ന് പറഞ്ഞു എല്ലാം എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്.
ഈവൻ ഞാനത് തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും എൻ്റെ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കാൻ പോവാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു. സോ ഈ ഒരു സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു സെന്റൻസ് ആയിരുന്നില്ല എൻ്റെ ലൈഫിൽ, അതൊരു എനർജി ഷിഫ്റ്റ് ആയിരുന്നു. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ലൈഫിൽ എന്തൊക്കെ നടന്നാലും അതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാനത് തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി. പക്ഷേ നെക്സ്റ്റ് മോർണിംഗ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ചേഞ്ചിങ് എന്ന് പറയാം. അതായത് അന്നേരത്തെ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ആ ഒരു സമയത്തെ. അപ്പോൾ ഞാൻ ഏതായാലും ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ, സാധാരണ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ രാവിലെ ഒരു വലിയൊരു ഭാരമാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. അതായത് എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ആ ഒരു സമയത്തെ കുറേ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ആ ഒരു ദിവസം എന്താണെന്ന് അറിയത്തില്ല, ഈ ചിലപ്പോൾ ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് കിടന്നുറങ്ങിയോണ്ടായിരിക്കും എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഈ ലാസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ഉറങ്ങിയ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വന്നത്. അതായത് എൻ്റെ ലൈഫ് ട്രാൻസ്ഫോംഡ് ആകാൻ പോവാണ്. എൻ്റെ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ പോവാണ്. ഇപ്പം നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് വന്നത്. എനിവേ ഞാൻ അധിക സമയമൊന്നും ഉറങ്ങിയില്ല. ഒരു 7:30 ആയപ്പോൾ എഴുന്നേറ്റു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ, അതായത് എൻ്റെ ഒരു ടീച്ചർ എന്നെ വിളിക്കുകയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, നീ കോളേജിൽ വരെ ഒന്ന് വരാമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, യെസ് വരാൻ ടീച്ചർ, എന്താ? അപ്പം പറഞ്ഞു, ഇവിടെ ഒരു ഗസ്റ്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു എമർജൻസി ആയിട്ട് ഇനി പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. അപ്പം പെട്ടെന്ന് നമുക്കൊരു ഇന്റർവ്യൂ ഇനി നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അവിടെ നോ പറയാൻ ഒരു റീസൺ ഇല്ല. ആക്ച്വലി എനിക്ക് അവിടെ കൊണ്ടുപോകാനുള്ള ബാഗില്ല, എടുത്തോണ്ട് പോകാനുള്ള സാരിയില്ല, ഒന്നുമില്ല. പക്ഷെ ഐ സെഡ് യെസ്, ഞാൻ വരാം. കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 0 ഹോപ്പിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ പോയി ജോയിൻ ആയി. അപ്പം ഫസ്റ്റ് ഡേ പോയപ്പോഴത്തേക്ക് ഒരു പന്ന ബാഗൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. ഫസ്റ്റ് മന്ത് സാലറി കിട്ടിയതിന് ശേഷമാണ് ഞാൻ നല്ല ബാഗൊക്കെ വാങ്ങിക്കുന്നത്. അമ്മയുടെ സാരി കൊടുത്തിട്ട് പോയി, അങ്ങനെയൊക്കെ ചെയ്തു. ഇനി അന്നത്തെ ദിവസം തന്നെ എനിക്ക് വേറൊരു കോള് വരികയാണ്. ആ കോൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദറിന്റെ വൈഫുണ്ട്. പുള്ളിക്കാരിയുടെ ചേച്ചിയാണ്, കസിൻ ചേച്ചിയാണ്. അവര് UAE-ലാണുള്ളത്. അവിടുന്നാണ് എനിക്ക് വിളിക്കുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ, അതായത് ആ ചേച്ചിയുടെ മകൻ അന്ന് 9th പഠിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, അവൻ മാത്സിൽ അത്യാവശ്യം വീക്കാണ്, അവന് ഡൗട്ട്സ് കുറച്ചുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് മോൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ, ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ് വഴി പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ല, അതായത് ആ ഒരു രീതിയിൽ പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. നമ്മൾ ഈ കൊറോണ ടൈമൊക്കെ ആയപ്പോഴാണല്ലോ ഈ ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വന്നത്. പക്ഷെ അതിന് മുമ്പ് അപ്പം എനിക്കതിലും നോ പറയാൻ തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് അങ്ങനെ പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇവരൊരു 4-5 കുട്ടികളുണ്ട്. ആ സമയത്ത് ഞാൻ നേരത്തെ ട്യൂഷൻ എടുക്കുന്ന കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു സമയത്ത് എനിക്ക് ഒരു മാസം പഠിപ്പിച്ചാൽ ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 300 രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഇവർ എനിക്ക് അവേഴ്സിന് പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോയി. അവിടെയൊക്കെ അങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞത്. അതായത് അവേഴ്സിനാണ് അവർ പേയ്മെന്റ് കൊടുക്കുന്നത്. സോ എത്ര അവേഴ്സ് ഉണ്ട് അതനുസരിച്ച് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. അതായത് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു ചാപ്റ്ററിന് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ അതും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക്. ആദ്യം ഞാൻ വൈറ്റ് ബോർഡൊക്കെ വെച്ചിട്ട് മൊബൈലിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മൊബൈലിൽ ക്യാമറ ഓണാക്കി വൈറ്റ് ബോർഡ് വെച്ച് എഴുതി കാണിച്ചു. പിന്നീട് ഞാൻ എഴുതാനുള്ള ഒരു റൈറ്റിംഗ് പാഡൊക്കെ വാങ്ങി അങ്ങനെ പഠിപ്പിച്ചു. അതേ ദിവസം തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മളോട് ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കാൻ നമുക്ക് എല്ലാവരും അങ്ങനെ നമ്മളോട് ചോദിക്കാറില്ല അല്ലേ. എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ചോദിക്കാറുണ്ട്, സുഖമാണോ, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ. അപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ടോക്ക് വരുന്നത്. എനിക്ക് അതും വളരെയധികം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്നലെ ഞാൻ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് യൂണിവേഴ്സിന് മനസ്സിലായി. അതായത് ഞാൻ ചേസ് ചെയ്യുന്നത് നിർത്തി, ഞാനിങ്ങനെ യാചിക്കുന്നത്, ബെഗ് ചെയ്യുന്നതെല്ലാം നിർത്തി. ഞാൻ
ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് നല്ലതേ വരത്തുള്ളൂ, എനിക്ക് നല്ല കാര്യങ്ങളാണ് ലൈഫിൽ. കാരണം ഞാൻ നല്ല കാര്യങ്ങളാണ് ലൈഫിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്തെങ്കിലും ഉപദ്രവം എനിക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനത് ട്രസ്റ്റ് ചെയ്തു, കംപ്ലീറ്റ്ലി ഞാൻ ട്രസ്റ്റ് ചെയ്തു. ഞാനത് ക്ലെയിം ചെയ്തു യൂണിവേഴ്സിനോട്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്ക് വേണം, അപ്പം എനിക്ക് തരണം, അതേ പറ്റുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ എനിക്ക് എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ആ ഒരു മൊമെന്റിൽ എല്ലാം ചേഞ്ച് ആയി എന്ന് എനിക്ക് മനസ്സിലായി. സോ അതായിരുന്നു എൻ്റെ ലൈഫിലെ വലിയൊരു എനർജി ഷിഫ്റ്റ് തന്ന ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് എപ്പോഴും ഒരു എനർജി ഷിഫ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. എത്ര ലോയിലേക്ക് നമുക്ക് ഫീൽ ചെയ്താലും ചില ദിവസങ്ങളിൽ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ പറയും, വാട്ട് എവർ ഹാപ്പൻ, ഇപ്പൊ എന്തൊക്കെ നടന്നാലും നടന്നില്ലെങ്കിലും ഒക്കെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ്. എൻ്റെ നല്ലതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ യൂണിവേഴ്സ് എന്നിലേക്ക് എത്തിക്കത്തുള്ളൂ എന്ന് ഞാൻ പവർഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടൊക്കെ വിശ്വസിച്ചു. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കതൊരു ആക്സിഡന്റലി അല്ലെങ്കിൽ റാൻഡം ആയിട്ട് വന്ന വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു സൈൻ ആയിരിക്കും ഫ്രം ദി യൂണിവേഴ്സ്. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ചേഞ്ച് വരുത്താം. നിങ്ങളുടെ ട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചേസിങ് നിർത്തുന്നതിലൂടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം ക്ലെയിം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ലൈഫിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടെ സൈനായിട്ട് നിങ്ങൾ കരുതുക. നിങ്ങൾ ഈ ഒരു അവസ്ഥയെ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രവൃത്തിയിൽ മാത്രം വിശ്വസിച്ച് നല്ലത് മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ലവ് യു, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.